പ്രിയമുള്ളവരെ, വചനജ്വാല 1693 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ 20 തിങ്കളാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വചന വായനയിൽ വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 46 മുതൽ 66 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രമിക്കുക. ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ വായ്പിളർന്നു, സംഭ്രാന്തിയും കെണിയും ഞങ്ങളുടെ മേൽ പതിച്ചു, വിനാശവും ശൂന്യതയും ഞങ്ങളെ ഗ്രസിച്ചു. എന്റെ ജനതയുടെ പുത്രിക്കുണ്ടായ നാശം നിമിത്തം എന്റെ കണ്ണുകളിൽ നിന്ന് നീർച്ചാലുകൾ ഒഴുകുന്നു. എന്റെ കണ്ണുനീർ അവിരാമം പ്രവഹിക്കും. കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണുന്നത് വരെ അത് നിലയ്ക്കുകയില്ല. എന്റെ നഗരത്തിലെ കന്യകമാരുടെ വിധി എന്റെ കണ്ണുകളെ ദുഃഖപൂർണമാക്കുന്നു. അകാരണമായി എന്റെ ശത്രുവായവർ എന്നെ പക്ഷി എന്ന പോലെ വേട്ടയാടി. അവർ എന്നെ ജീവനോടെ കുഴിയിൽ തള്ളി. അവർ എൻ്റെ മേൽ കല്ലുരുട്ടി വെച്ചു. വെള്ളം എന്നെ മൂടി, ഞാൻ നശിച്ചു എന്ന് പറഞ്ഞു. കുഴിയുടെ അടിയിൽ നിന്ന് കർത്താവേ, ഞാൻ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. സഹായത്തിനായുള്ള എൻ്റെ നിലവിളിക്കെതിരെ അവിടുത്തെ ചെവി അടയ്ക്കരുതേ എന്ന എൻ്റെ യാചന അവിടുന്ന് കേട്ടു. ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. കർത്താവേ, അവിടുന്ന് എനിക്ക് വേണ്ടി ന്യായവാദം നടത്തി. അവിടുന്ന് എൻ്റെ ജീവനെ രക്ഷിച്ചു. കർത്താവേ, എനിക്കേറ്റ ദ്രോഹം അവിടുന്ന് കണ്ടു. എനിക്ക് വേണ്ടി നീതി നടത്തി തരണമേ. അവരുടെ പ്രതികാരവും അവർ എനിക്ക് വേണ്ടി വെച്ച കെണികളും അവിടുന്ന് കണ്ടു. കർത്താവേ, അവരുടെ നിന്ദനങ്ങളും ദുരാലോചനകളും അവിടുന്ന് കേട്ടു. എന്നെ ആക്രമിക്കുന്നവരുടെ വാക്കുകളും വിചാരങ്ങളും ദിവസം മുഴുവൻ എനിക്ക് എതിരായിട്ടാണ്. അവരുടെ ഇരിപ്പും നിൽപ്പും അവിടുന്ന് കാണണമേ. ഞാനാണ് അവിടെ പരിഹാസഗാനങ്ങളുടെ വിഷയം. കർത്താവേ, അവരുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നൽകണമേ. അവരുടെ ഹൃദയത്തെ അവിടുന്ന് മരവിപ്പിക്കണമേ. അവിടുത്തെ ശാപം അവരുടെ മേൽ പതിക്കട്ടെ. കർത്താവേ, കോപത്തോടെ അവരെ പിന്തുടർന്ന് അവിടുത്തെ ആകാശത്തിൻ കീഴിൽ നിന്ന് അവരെ നശിപ്പിക്കണമേ. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കന്യകയും കന്യകയായ മോന്തേ പുൾജിയാനോയിലെ വിശുദ്ധ ആഗ്നസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. ശിശുപ്രായം മുതൽ ദൈവകാര്യങ്ങളിൽ തീഷ്ണത പ്രദർശിപ്പിച്ച ഒരു ഡൊമിനിക്കൻ സന്യാസിയാണ് ടസ്കിനിയായിൽ ജനിച്ച ആഗ്നസ്. ബാല്യത്തിൽ തന്നെ കർത്തൃജപവും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ഒരു മുറിയുടെ മൂലയിൽ മുട്ടിന്മേൽ നിന്ന് അവൾ ചൊല്ലാറുണ്ട്. 9-ാം വയസ്സിൽ മാതാപിതാക്കൾ ആഗ്നസിനെ മോന്തേ പുൾജിയാനോയിലെ ഒരു ഫ്രാൻസിസ്കൻ മഠത്തിൽ താമസിപ്പിച്ചു. 15-ാം വയസ്സിൽ ആഗ്നസ് റോസോനായിലെ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു.
ഉടനെ അവിടുത്തെ മഠാധിപയായി. അവിടെ പാറക്കല്ല് തലയണയാക്കി നിലത്താണ് കിടന്നിരുന്നത്. 15 വർഷം അപ്പവും വെള്ളവും മാത്രം കഴിച്ചാണ് ജീവിച്ചത്. അധികാരികൾ ഇവളുടെ ആരോഗ്യം പരിഗണിച്ച് ഈ പ്രായശ്ചിത്തങ്ങൾ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. അവളുടെ നാട്ടുകാർ സ്വഗ്രാമത്തിൽ തന്നെ ഒരു ആശ്രമം പണിത് അവളെ അങ്ങോട്ട് ക്ഷണിച്ചു. രോഗിണിയായി തീർന്നിരുന്ന ആഗ്നസിന്റെ എളിമയും ദൈവസ്നേഹവും അവളെ ദൈവത്തിങ്കലേക്ക് അടുപ്പിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവചനങ്ങളും അവളുടെ വിശുദ്ധി പ്രഖ്യാതമാക്കി. 43-ാം വയസ്സിൽ ആഗ്നസ് സ്വർലോകപ്രാപ്തയായി. 13-ാം ബെനഡിക്ട് മാർപ്പാപ്പ അവളെ വിശുദ്ധ എന്ന് നാമകരണം ചെയ്തു. പ്രിയമുള്ളവരെ, മോന്തേപുൾജിയാനോയിലെ കന്യകയായ വിശുദ്ധ ആഗ്നസിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം എല്ലാവർക്കും ഒരു നല്ല തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.